കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. ഏറെ ശ്രമകരമായ ഒട്ടനവധി നടപടിക്രമങ്ങളിലൂടെ നീണ്ടുപോയ ഒരു പദ്ധതിയാണിത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തില് പ്രധാനപ്പെട്ട റോഡുകളിൽ, ഞാൻ നിയമസഭയിൽ ഈ വിഷയം പലപ്പോഴും ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഭാഗം, കേരളത്തിലെ പ്രധാനപ്പെട്ട നിരത്തുകളിൽ ലെവൽ ക്രോസ് നിലകൊള്ളുന്ന ഒരു റോഡാണിത്. ROB ഇല്ലാത്ത ഒരു റോഡ്. എറണാകുളം കോട്ടയം പ്രധാന റോഡ് എന്ന നിലയിൽ ഇതിന്റെ പ്രാധാന്യം വളരെയേറെയാണ് എന്നത് പല ആവർത്തി സൂചിപ്പിക്കപ്പെട്ടത്. സ്നേഹിതരെ, ഇന്നത് പൂർത്തിയാവുമ്പോൾ മണിക്കൂറുകൾ നീണ്ടു കിടക്കുന്ന ഗതാഗത കുരുക്ക്, പലപ്പോഴും ആംബുലൻസുകൾ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് മുടങ്ങിക്കിടക്കുന്ന അടക്കമൊക്കെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഈ പാലത്തിന്റെ അനിവാര്യതയിലേക്ക് നീണ്ടുവരുന്നത്. ഞാൻ MLA ആയി കടന്നു വരുന്ന സന്ദർഭത്തിലും അതിനു മുമ്പുമൊക്കെ ഈ പാലവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ധാരാളം ഉയർന്ന് നിലകൊള്ളുകയായിരുന്നു. അതിന് പല കാരണങ്ങളാൽ അതിന്റെ നിർമ്മാണ ആവശ്യങ്ങളുടെ അനിവാര്യതയിലേക്കും എത്തുന്നത് വൈകിപ്പോയി എന്നുള്ളതാണ്. ഇന്നതിന്റെ നിർമ്മാണം പൂർത്തിയായി നാടിന് സമർപ്പിച്ച് ഗതാഗത സൗകര്യത്തിനായി ഒരുക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുളന്തുരുത്തിയുടെ വികസനത്തിന് ഒരു നാഴികക്കല്ലാണ്. അത് മുളന്തുരുത്തിയുടെ മാത്രമല്ല, എറണാകുളം ജില്ലയുടെ ഗതാഗത സൗകര്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവുന്നു ഈ ROBയുടെ പൂർത്തീകരണം എന്നുള്ളതാണ്. പ്രദേശവാസികൾക്ക് മാത്രമല്ല, നമുക്കറിയാം ഇതിലൂടെ കേരളത്തിന്റെ തെക്കും വടക്കുമായി ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എറണാകുളം ജില്ലയുടെ ഗതാഗത സൗകര്യത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാവുന്ന ഒന്നായി ഈ ROB തുറന്നു വരുമ്പോൾ, ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഔപചാരികമായി തുറന്നു കൊടുക്കുമ്പോൾ അത് കടന്നു വരികയാണ്. സ്നേഹിതരെ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അത് വളരെ ദീർഘമായ ഒരു കാലയളവ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 2013 വേണ്ടി ഇതിന് ആദ്യത്തെ തുക അനുവദിക്കുന്ന സന്ദർഭം മുതൽ ഇന്ന് 2025 ഈ ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത് വരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പലതും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അതിനകത്ത് അനാവശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്. ഏതൊരു പദ്ധതിയും ഏറ്റവും വേഗതയിൽ പൂർത്തിയാകുക എന്നത് നാടിന്റെ വികസനത്തിന് അനിവാര്യമായ ഒന്നാണ്. 2013 ഇതിനു വേണ്ടിയുള്ള ആദ്യത്തെ തുക അന്നത്തെ ഗവൺമെന്റ് വകയിരുത്തുന്ന സന്ദർഭം മുതൽ 2014 നെഗോഷിയേറ്റഡ് പർച്ചേസായി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം അന്നത്തെ റവന്യൂ വകുപ്പിന് നൽകുകയും സ്പെഷ്യൽ തഹസിൽദാറിനെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനം 2017-18 ആയപ്പോൾ അത് പൂർത്തിയായി. 2014 തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് നീങ്ങിയെങ്കിലും ഒട്ടനവധി നൂലാമാലകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഞാൻ പറഞ്ഞു നേരത്തെ, സാങ്കേതിക തടസ്സങ്ങൾ ഇതുമായി കടന്നുവെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അവിടെ ഇതിന്റെ ഭൂവുടമകൾ ചില കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി. ഇതിന്റെ ഇടയിൽ പുതിയ കേന്ദ്ര നിയമം വന്നു 2013-14 തന്നെ. അതിന് ശേഷമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതികൾ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള പുതിയ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ വന്നത്, പുതിയ നിയമങ്ങൾ വന്നത്, കോടതി വ്യവഹാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നീട്ടി കൊണ്ടുപോയി 2019 നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുവാൻ ഇവിടെ കഴിഞ്ഞത്. അതിനിടയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം, പാലത്തിന്റെ റെയിൽവേയുടെ മേൽഭാഗം റെയിൽവേ പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ആ 2019 ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തീർന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ തുക, അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ തുക റിവൈസ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ തുക 2019 റിവൈസ് ചെയ്ത് മുന്നോട്ട് വെച്ച സന്ദർഭത്തിൽ 2020 റിവൈസ് ചെയ്ത എമൗണ്ടിൽ ടെൻഡർ ഫ്ലോട്ട് ചെയ്തു. അത് ടെൻഡർ കൂട്ട് ചെയ്തു. പക്ഷെ ആ ടെൻഡർ ഗവൺമെന്റ് അംഗീകരിച്ചില്ല. കാരണം അത് ലോക്കൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ 18% ഉയർന്ന നിരക്ക് എന്ന നിലയിൽ അതിന് അംഗീകാരം അന്ന് ഗവൺമെന്റ് നൽകിയില്ല. റീടെൻഡർ ചെയ്യാനുള്ള നിർദ്ദേശം 2020 വീണ്ടും കൊടുത്തു. 2021 ആയപ്പോഴത്തേനും പുതിയ ഒരു ഉത്തരവ് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് ഇറങ്ങി. എല്ലാ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കും 2018 DSR റേറ്റ് അനുസരിച്ച് മുമ്പോട്ട് പോകണം. അതനുസരിച്ച് വീണ്ടും പുതുക്കിയ ഭരണാനുമതിക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2021 അവസാനത്തേക്ക് പുതിയ റിവൈസ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ഗവൺമെന്റിലേക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നു. 2022 ആയപ്പോഴാണ് ഗവൺമെന്റ് ആ തുക അനുവദിച്ച് നൽകുന്നത്. അത് പിന്നീട് അത് ടെൻഡറിലേക്ക് പോവുകയും 2023 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇന്നിവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്,
ഒരു പദ്ധതി ഏറ്റെടുത്തപ്പോൾ മുതൽ അതിന്റെ അവസാനം വരെ ഉണ്ടാകുന്ന ഒട്ടനവധി പ്രതിസന്ധികൾ ചെറുതും വലുതുമായി നിലകൊള്ളുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു പ്രൊജക്ട് വെച്ചു, ആ പ്രൊജക്ട് വേഗതയിൽ പൂർത്തിയാകേണ്ടത് ആവശ്യമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു തടസ്സവുമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ നീങ്ങുവാൻ കഴിയുന്ന നിലയിൽ നമുക്ക് ഈസ് ഓഫ് ഗവർണൻസ് കൂടുതൽ കൃത്യതയോടെ നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച്. ഇവിടെ പാലത്തിനോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചെങ്കിൽ ഞാൻ പറഞ്ഞതുപോലുള്ള അനവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു വന്നു. ഇപ്പൊ കുരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനകത്തും ഇതേ നിലയിൽ തന്നെയാണ് ഭൂമി ഏറ്റെടുക്കുന്നതും പാലവും ഒരേപോലെ മുമ്പോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന അപാകതകൾ അവിടെ കടന്നു വരാതിരിക്കാനായിട്ടുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രൈം മിനിസ്റ്റർ ഓൺലൈനിലൂടെ അതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയുണ്ടായി. പക്ഷെ അതിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കടന്നു വരുന്നേ ഉള്ളൂ. റവന്യൂ നടപടികൾ വേഗതയിലാക്കുക എന്നതാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാതിരുന്നതാണ് കിഴുമുറിക്കടവ് പാലം. അവിടെയും ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാലതാമസം, അവിടെ റവന്യൂ കൃഷി വകുപ്പുകളുടെ കാലതാമസം ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വൈകുവാൻ ഇടയായ ഒരു വിഷയമാണ്. പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനിത് എടുത്തു പറയുമ്പോൾ ഇതിന്റെ തുക വകയിരുത്താൻ പലപ്പോഴും റിവൈസ് ആയിട്ട് ഈ എമൗണ്ടുകളൊക്കെ വെക്കേണ്ടി വന്നപ്പോഴൊക്കെ ഗവൺമെന്റിൽ നിന്ന് വളരെ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ധനകാര്യമന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും ഒക്കെ അതിന് ഏറെ വലിയൊരു പിന്തുണ അക്കാര്യത്തിൽ നൽകി എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് അനുവദിച്ചെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ടെൻഡർ എബവ് ആയി പോയതുകൊണ്ട് അതിന് ലോക്കൽ മാർക്കറ്റ് റേറ്റുകൾ കൂടുതലായതുകൊണ്ടാണ് റീടെൻഡറിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ടാണ് 2021 ശേഷം പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുമരാമത്ത് മന്ത്രി അടക്കം അവരുടെയൊക്കെ വലിയ ഒരു പിന്തുണയും ഇടപെടലുകളും ഇക്കാര്യത്തിൽ ഉള്ളത് ഞാൻ ഏറെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി അദ്ദേഹം MP ആയിരുന്ന കാലഘട്ടത്തിലാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷം ശ്രീ ചാഴിക്കാടൻ അദ്ദേഹത്തിന്റേതായ ഇടപെടലുകൾ നടത്തി. ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഇവിടെ ചുരുങ്ങിയ സന്ദർഭത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എടുക്കേണ്ട ഇടപെടലുകൾ കൃത്യമായ നിലയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞതടക്കം തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ജഡ്ജിയുടെ വേദിയിലുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതൊരു വലിയൊരു കൂട്ടായ പരിശ്രമത്തിന്റെ പൂർത്തീകരണത്തിലേക്കാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. നാടിന്റെ ഒരു കൂട്ടായ ഒത്തൊരുമയുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഈ പാലം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യമാകും. ആ കൂട്ടായ്മ, ആ ഒത്തൊരുമ എന്നും നിലനിർത്തി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ നമുക്ക് മുളന്തുരുത്തിയിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് തുറന്നെടുക്കുവാൻ കഴിയും. ഇപ്പൊ ഇത് പൂർത്തിയാകുന്നതോടെ എല്ലാം പൂർത്തിയായാലേ ഈ മേൽപ്പാലം തുറക്കുന്നതോടെ വികസനത്തിന്റെ അവസാന വാക്കാണ്, ഒരിക്കലുമല്ല. വികസനം എന്നുള്ളത് തുടർച്ചയാണ്. ഓരോ ഘട്ടങ്ങളിലൂടെ നമുക്ക് ഇനിയും നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് പള്ളിത്താഴത്തിന്റെ വികസനം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. തിരുവാങ്കുളം ജംഗ്ഷന്റെ വിപുലീകരണം അനിവാര്യമാണ്. ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന വിഷയങ്ങളിലൊന്നാണ്. അവിടെ ഞാൻ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ രാജീവ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം എല്ലാ ജില്ലകളിലും വിളിച്ചു. ഓരോ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഞങ്ങൾക്ക് ഏറ്റവും എടുത്തു പറഞ്ഞത് തിരുവാങ്കുളത്ത് ഗതാഗത കുരുക്കാണ്. അവിടെ നിങ്ങൾക്കറിയാം, ഇതിനേക്കാൾ വലിയ കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് തിരുവാങ്കുളം എന്നതിനെ സംബന്ധിച്ച്. ഏറ്റവും പ്രധാനമായി ഏറ്റവും വേഗതയിൽ നടപടി ഉണ്ടാകേണ്ട ഒന്ന് എന്നത് ഞാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് തിരുവാങ്കുളത്തുണ്ടാകുന്ന ഗതാഗത കുരുക്കും അതിന് സമാന്തരമായ റോഡുകളെ സംബന്ധിച്ചുമാണ്. അതിന് അനുകൂല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും സർക്കാർ തലങ്ങളിലും മറ്റ് വിവിധ മേഖലകളിലും ഒക്കെ ഇടപെട്ട് മുമ്പോട്ട് പോകുമ്പോൾ സൂചിപ്പിച്ചു വന്നത് നമുക്ക് ഇതിനോട് തുടർച്ചയായിട്ടുള്ള അനവധി വികസന പദ്ധതി നമുക്ക് ഏറ്റെടുക്കേണ്ടതാണ്. ഇതൊരു പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ പൊതുമരാമത്തിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ റോഡ് വിഭാഗത്തിന്റെ ബിൽഡിങ്സ്, ബ്രിഡ്ജസിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ മുളന്തുരുത്തിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടെ ഓർത്തു പോയതാണ്, മുളന്തുരുത്തിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ PWD റോഡുകൾ, ഇവിടെ നമുക്ക് കരോട്ടക്കുരിശിൽ നിന്ന് വെട്ടിക്കൽ വഴി കടന്നു പോകുന്ന റോഡ്, ഇവിടെ ഇഞ്ചുമലയിൽ നിന്ന് പാലസ്കോർ വഴി വട്ടക്കുന്നിലേക്ക് വരുന്ന റോഡ്, പള്ളിക്കാലത്ത് നിന്ന് പെരുമ്പള്ളിക്ക് പോകുന്നത്, പള്ളിക്കാലത്ത് നിന്ന് കോലഞ്ചേരി കടവിലേക്ക് പോകുന്ന റോഡ്, ഒപ്പം തന്നെ തുപ്പുംപടി, പുളിക്കമാലി, വെട്ടിക്കൽ ആ പ്രദേശവുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന അനവധി റോഡുകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ദേശീയപാത നിലവാരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്. PWD ബിൽഡിംഗ്സിന്റെ വിഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ മുളന്തുരുത്തി സ്കൂളിന് 1 കോടി രൂപയുടെ പുതിയ കെട്ടിടം നമുക്ക് അനുവദിച്ച് ലഭിച്ചു. അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് ഇറക്കുകയാണ്. പുളിക്കമാലി ഹൈസ്കൂളിലും ഏകദേശം അത്രയും തന്നെ തുക അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒപ്പം തന്നെ മുളന്തുരുത്തിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് റവന്യൂ ടവർ.
റവന്യൂ ടവറിന് വേണ്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2 വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്ന് തുക അനുവദിച്ചു. ഇൻ പ്രിൻസിപ്പൽ സാങ്ഷൻ കിഫ്ബിയിൽ നൽകി. പക്ഷേ അതിന്റെ ഓർഡർ ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ അസംബ്ലിയിലും റവന്യൂ മന്ത്രിയായിട്ട് ഈ വിഷയം ഞാൻ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ മുളന്തുരുത്തിയ റവന്യൂ ടവർ ഉൾപ്പെടെ 10 റവന്യൂ ടവറുകൾ ഇപ്പോഴും അനുമതി നൽകാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അവന്റെ എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള ഇടപെടൽ ഉണ്ടാവും എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് കിഫ്ബി ഇൻ പ്രിൻസിപ്പൽ അനുമതി സാങ്ഷൻ നൽകിയതാണ്. പക്ഷെ അതിന്റെ ഓർഡർ ഇറങ്ങണം. അത് ചിലപ്പം ഗവൺമെന്റിന്റെ സാങ്കേതിക വിഷയങ്ങളോ സാമ്പത്തിക വിഷയങ്ങളോ ഒക്കെ ആയിരിക്കാം. എനിവേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക. ഞാൻ പറഞ്ഞു വന്നത് വിവിധ തലങ്ങളിൽ, ഇപ്പൊ നമുക്ക് ആരോഗ്യ മേഖലയാവട്ടെ, നമുക്ക് നിരത്തുകൾ മേഖലയാവട്ടെ, നമുക്ക് പൊതുവിതരണ മേഖലകളാവട്ടെ, ഒപ്പം തന്നെ കാർഷിക മേഖലയാവട്ടെ, ടൂറിസം രംഗം, നമുക്ക് എല്ലാ തലങ്ങളിലെയും സ്പർശിച്ചുകൊണ്ടുള്ള ഇവിടെ ബഹുമാനപ്പെട്ട അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വെച്ചാൽ അദ്ദേഹം തന്നെ സംസാരിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് നമുക്ക് നാടിന്റെ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കൈകോർത്ത് നമുക്ക് മുമ്പോട്ട് പോകണം. അത് തീർച്ചയായിട്ടും അതിന് ആ ഒരു കൈകോർത്ത് നിന്നതിന്റെ അതിനകത്ത് പലപ്പോഴും അഭിപ്രായങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഗതാർഹമാണ്. വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തേകുന്നതും മികവേകുന്നതും. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ ഈ പദ്ധതി പൂർത്തിയാവണം. അതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമില്ലാത്ത എല്ലാവരും കൈകോർത്ത് നിന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ചെങ്ങോലപ്പാടം മനോഹരമായ ഈ ROB. തീർച്ചയായിട്ടും ആ ഒരു വിജയം നാടിന്റെ വിജയമാണ്. ഇത് പൂർത്തീകരിച്ചെടുക്കുമ്പോൾ ആ സന്തോഷത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കാളികളായിക്കൊണ്ട് ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നൽകിയ ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വലിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.